നമ്മുടെ ചടങ്ങുകൾ ഉടൻ ആരംഭിക്കും. സംസ്ഥാനതല ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കൂടെ ആരംഭിക്കുകയാണ്. ബഹുമാനായ MLA ശ്രീ ആന്റണി രാജു അധ്യക്ഷത വഹിക്കുന്ന ഈ യോഗത്തിൽ ബഹുമാനായ നമ്മുടെ വിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മെറിറ്റ് അവാർഡുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. ക്ഷേമ ഫൗണ്ടേഷൻ കേരള ഘടകം എല്ലാ വർഷവും നൽകി വരുന്ന അധ്യാപക മക്കൾക്കുള്ള മെറിറ്റ് അവാർഡുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ ബഹുമാനായ MLA ശ്രീ ആന്റണി രാജു അവർ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചത് ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന കൃപ അതിർപൂർവ്വം ക്ഷണിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി നാം പ്രതീക്ഷിക്കുന്ന തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിലെ MLA ഗതാഗത വകുപ്പ് മന്ത്രിയുമായ ശ്രീ ആന്റണി രാജു അവർക്ക്, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന സമാദരണീയനായ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർക്ക്, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട തിരുവനന്തപുരം MLAയും മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയുമായ ശ്രീ ആന്റണി രാജു അവർക്കാണ് ഞങ്ങളുടെ ഏവരുടെയും പേരിൽ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിക്കുകയും വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ദേശീയ അധ്യാപക ക്ഷേമ ഫൗണ്ടേഷന്റെ സംസ്ഥാനതല പ്രവർത്തക സമിതി അംഗമായ ശ്രീ അനിൽകുമാർ വട്ടപ്പാറയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാനതല പ്രവർത്തക സമിതി അംഗമായ ശ്രീമതി സ്നേഹശ്രീ KCയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു സംസ്ഥാനതല പ്രവർത്തക സമിതി അംഗമായ ശ്രീ ബിജു MKയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാനതല പ്രവർത്തക സമിതി അംഗമായ ശ്രീ ഹരീഷ് കടവത്തൂരിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ യോഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റു ബഹുമാന്യ വ്യക്തികൾ, പ്രിയപ്പെട്ട അധ്യാപകർ, ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇതിൻ്റെ ഏറ്റവും മികച്ച ആകർഷണം. അവരെ ഏറ്റവും നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ വിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവരുടെ ആദരവുമായി
അവാർഡിന് അർഹരായ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ സുഹൃത്തുക്കളെ, ദേശീയ അധ്യാപക ക്ഷേമ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ അധ്യാപകരുടെ മക്കൾക്കുള്ള മെറിറ്റ് അവാർഡിന് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ അതിനൊരു സാക്ഷി വഹിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. നല്ല മാർക്ക് വാങ്ങി അവാർഡ് ജേതാക്കളായിട്ടുള്ള എല്ലാ കുട്ടികളെയും വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഞാൻ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അർപ്പണബോധവും ആഘോഷിക്കുവാനാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അധ്യാപകർക്കും അവരുടെ ആശ്രിതർക്കും ആവശ്യമായ സമയങ്ങളിൽ പിന്തുണയും സഹായവും നൽകുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ ചാരിറ്റബിൾ എൻറോൾമെന്റ് ആക്ട് പ്രകാരം ഇനി അടുത്ത വർഷം കൊണ്ട് സ്കൂളുകളെല്ലാം ഗംഭീരമാവും. ഇരുന്ന് പഠിക്കുന്നതിന് വേണ്ടി ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനിയുള്ള പ്രശ്നം എന്താ? കുട്ടികൾ അക്കാഡമിക്കായിട്ട് മുന്നേറും. ഇന്നുള്ള ഒരു സ്ഥിതി നിങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് SSLC കുട്ടികൾക്കാണെങ്കിൽ 3 മാസം കൊണ്ട് ഒരു ടേമിന്റെ കാര്യം പഠിച്ചു തീർക്കാം. പുസ്തകമുള്ളത് പുതിയതായിട്ട് ഇറക്കാൻ പോകുന്ന പുസ്തകം സ്കൂൾ തുറക്കുന്നതിന് 3 ആഴ്ച മുമ്പ് ഇതിൽ കയ്യിൽ. മുമ്പാണെങ്കിൽ ഓണ പരീക്ഷയ്ക്ക് ഒരു പാഠപുസ്തകം കിട്ടാത്ത ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ആ നിലയിൽ നിങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട്. ഈ പ്രാവശ്യം +1 അഡ്മിഷൻ കിട്ടാത്തവർക്ക് എല്ലാം സഹായിക്കുന്നതിന് വേണ്ടി പുതിയ ബാച്ചുകൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ആദ്യം ആറ്റിങ്ങൽ ടിയുടെ പരിധിയിലുള്ള കുട്ടികളെയാണ് അത് വിളിക്കുന്നത്. പ്രിയമുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പ്രവേശിച്ചിട്ട് കുട്ടിയുടെ പേര് നവീൻ RS, ടീച്ചറിന്റെ പേര് സുനിദാസ്. ശ്രുതി S. കുമാർ.